വെൽക്കം ടു C++ കോഴ്സ്. C++ പ്രോഗ്രാമിംഗ് കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെ C++ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാമെന്നുള്ളതാണ്. ഇത് കോളേജ് സ്റ്റുഡൻസിനും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പ്രയോജനകരമായ ഒരു കോഴ്സായിരിക്കും. കൂടാതെ നിങ്ങൾ C++ ഉപയോഗിച്ച് ആപ്ലിക്കേഷനുകൾ ഭാവിയിൽ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഈ കോഴ്സ് നിങ്ങളെ ഉറപ്പായിട്ടും സഹായിച്ചിരിക്കും. അപ്പോൾ എന്താണ് C++ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് C++? ലോകത്തിലെ ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു പ്രോഗ്രാമിംഗ് ഭാഷയാണ്, അതല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഭാഷയാണ് C++ എന്ന് പറയുന്നത്. ഇതൊരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ഭാഷയാണ്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ഏത് സോഫ്റ്റ്വെയറും C++ ഉപയോഗിച്ച് നിർമ്മിക്കാൻ സാധിക്കും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം മുതൽ ഹൈ എൻഡ് ഗെയിമുകൾ വരെ നിർമ്മിക്കാൻ C++ ഉപയോഗിക്കുന്നു. 33 വർഷത്തിലധികം പഴക്കമുള്ള കമ്പ്യൂട്ടർ ഭാഷയായിട്ടും ഇന്നും C++ നൂതന ആപ്ലിക്കേഷനുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വളരെ അതിശയകരമായൊരു സംഗതി. കാരണം സിക്ക് ശേഷം വന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് C++ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നുള്ള കോൺസെപ്റ്റിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് C++ൻ്റെ വരവ്. ജോൺ സ്ട്രൗസ്ട്രാപ്പ് എന്ന കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനാണ് 1985 C++ ഭാഷ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. C++ൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലും വർക്ക് ചെയ്യും എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്കിൽ പ്രോഗ്രാം എഴുതാൻ സാധിക്കും, അതുപോലെ തന്നെ ലിനക്സിൽ നിങ്ങൾക്ക് പ്രോഗ്രാം എഴുതാൻ സാധിക്കും, അതുപോലെ തന്നെ വിൻഡോസിലും നിങ്ങൾക്ക് പ്രോഗ്രാം എഴുതാൻ സാധിക്കും. അതായത് മാക്കിൽ നമുക്ക് ഇത് C++ പ്രോഗ്രാം എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്കോഡ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതൊരു ഡെവലപ്മെൻറ്റ് ടൂളാണ്. ആ ടൂളിൽ നമുക്ക് C++ പ്രോഗ്രാം എഴുതി റൺ ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ മാക്കിലും ലിനക്സിലും വിൻഡോസിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു കമ്പൈലറാണ് G++ കമ്പൈലർ എന്ന് പറയുന്നത്. ഗീനി എന്ന് പറയുന്ന ഒരു IDE യൂസ് ചെയ്തിട്ട് നമുക്കതിൽ പ്രോഗ്രാം എഴുതാനായിട്ട് സാധിക്കും. കൂടാതെ നിങ്ങൾക്ക് വിൻഡോസിലെ വിഷ്വൽ സ്റ്റുഡിയോ ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. പിന്നെ ടർബോ C++ എന്ന് പറയുന്ന ഒരു IDE യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ടർബോ C++ എന്ന് പറയുന്ന IDE വളരെ ഔട്ട്ഡേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇനി നിങ്ങൾക്ക് അതിൽ ചെയ്യുന്നത് താല്പര്യമാണെങ്കിൽ നിങ്ങൾക്ക് വിൻഡോസിൽ ടർബോ C++ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. എല്ലാ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റുകളെല്ലാം തന്നെ ഒരുപോലെ ആയിരിക്കും. IDE ചേഞ്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇത് കമ്പൈൽ ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും എല്ലാം ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് എല്ലാം സെയിം ആയിട്ട് തന്നെയായിരിക്കും നമുക്ക് കാണുക. നമുക്കിവിടെ പ്രോഗ്രാമിങ്ങിൻ്റെ ലോജിക്ക് പഠിക്കുക, എങ്ങനെ പ്രോഗ്രാം എഴുതാം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഫോക്കസ്. നിങ്ങൾ ഏത് ഡെവലപ്മെൻറ്റ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്താലും പ്രശ്നമില്ല. നിങ്ങൾ മാക്കാണ് നിങ്ങൾ ഡെവലപ്മെൻറ്റ് പ്ലാറ്റ്ഫോമായിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ ഉപയോഗിക്കാം. ലിനക്സ് ആണെങ്കിൽ ലിനക്സ്, വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ്, എല്ലാത്തിലും ഒരേ കോൺസെപ്റ്റുകൾ തന്നെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്.